ലോക്പാൽ നിയമം നിലവിൽ വന്നത് 2014 ജനുവരി 16. 2019 മാർച്ച് 19 ഇന്ത്യയിലെ ആദ്യ ലോക്പാൽ നിയമിതനായി. ആസ്ഥാനം ന്യൂഡൽഹി. അംഗങ്ങളുടെ എണ്ണം 9, ഒരു ചെയർപേഴ്സണും പരമാവധി 8 അംഗങ്ങളും. ജുഡീഷ്യൽ അംഗങ്ങളുടെ എണ്ണം 4. കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം 45 വയസ്സ്. അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതി. ലോക്പാൽ അധ്യക്ഷൻ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീംകോടതി മുൻ ജഡ്ജി അല്ലെങ്കിൽ അഴിമതി വിരുദ്ധനെയും. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, വിജിലൻസ്, ഇൻഷുറൻസ്, ബാങ്കിംഗ് ഉൾപ്പെടെയുള്ള ധനകാര്യ നിയമം, മാനേജ്മെന്റ് എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറഞ്ഞത് 25 വർഷത്തെ പ്രത്യേക അറിവും വൈദഗ്ധ്യവും ഉള്ള കുറ്റമറ്റ സമഗ്രതയും മികച്ച കഴിവും ഉള്ള ഒരു പ്രമുഖ വ്യക്തിയോ ആയിരിക്കണം. ആദ്യ ചെയർമാൻ പിനാകി ചന്ദ്ര ഘോഷ്. നിലവിലെ ലോക്പാൽ എം കാൻവിൽക്കർ. അജയ് മാണിക്റാവു കാൻവിൽക്കർ. ബന്ധപ്പെട്ട മന്ത്രാലയം പേഴ്സണൽ മന്ത്രാലയം. ലോകായുക്ത 1998 നവംബർ 15 കേരള ലോകായുക്ത നിയമം നിലവിൽ വന്നു. ആസ്ഥാനം വികാസ് ഭവൻ, തിരുവനന്തപുരം. അംഗങ്ങളുടെ എണ്ണം 3. അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണർ, മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം. കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്ക്. അംഗങ്ങൾ രാജിക്കത്ത് നൽകുന്നത് ഗവർണർക്ക്. ലോകായുക്തയെയും ഉപലോകായുക്തയെയും നീക്കം ചെയ്യുന്നത് ഗവർണർ. ലോകായുക്ത ആയി നിയമിക്കപ്പെടാൻ ഉള്ള യോഗ്യത മുൻ സുപ്രീംകോടതി ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി. ഉപലോകായുക്തയായി നിയമിക്കപ്പെടാൻ ഉള്ള യോഗ്യത മുൻ ഹൈക്കോടതി ജഡ്ജി. ആദ്യ ചെയർമാൻ PC ബാലകൃഷ്ണ മേനോൻ. നിലവിലെ ലോകയുക്ത N അനിൽകുമാർ. നിലവിലെ ഉപലോകയുക്തമാർ ജസ്റ്റിസ് അശോക് മേനോൻ, ജസ്റ്റിസ് വി ഷർസി. ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.